ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ലോയിലെ കുറച്ച് ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. സ്ക്രീനിൽ കാണുന്ന ഈ 3 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. Banking means accepting deposits and lending money. നിക്ഷേപം സ്വീകരിക്കുന്നതിനെയും അതുപോലെ തന്നെ പൈസ കടം കൊടുക്കുന്നതിനെയുമാണ് നമ്മൾ ബാങ്കിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ പറയുന്ന പേരാണ് നമ്മൾ ബാങ്ക് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് ബാങ്കർ എന്നുള്ളത്. Section 5 of Banking Regulation Act 1949 ബാങ്കിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ അതർവൈസ്. പൊതുജനങ്ങളിൽ നിന്ന് പണം കടം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നതിനോ വേണ്ടിയിട്ട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവർ അത് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചടയ്ക്കുകയും അല്ലെങ്കിൽ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ വഴിയോ മറ്റോ പിൻവലിക്കാൻ അനുവദിക്കുന്നതിനെയാണ് നമ്മൾ ബാങ്കിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് സെക്ഷൻ 5 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പറഞ്ഞിട്ടുള്ളത്. അതായത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ പൈസ സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ പബ്ലിക് അത് തിരിച്ച് ആവശ്യപ്പെടുമ്പോൾ അത് തിരിച്ചടയ്ക്കുകയും അതുപോലെ തന്നെ അവരെ ചെക്ക്, ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഓർഡർ വഴി അത് വിഡ്രോ ചെയ്യാൻ അനുവദിക്കുകയാണ് ബാങ്കിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എവല്യൂഷൻ ഓഫ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ഈ ബാങ്കിങ് എന്നുള്ള കൺസെപ്റ്റ് ഇന്നും ഇന്നലെ ആയിട്ടൊന്നും വന്നിട്ടുള്ള കാര്യമല്ല. അതായത് പണ്ട് കാലം തൊട്ട് തന്നെ ഈ ബാങ്കിങ് ഇന്ത്യയിൽ നിലനിന്ന് വന്നിരുന്നു. പണ്ട് മെയിനായിട്ട് ഈ ഒരു ബാങ്കിങ് ബിസിനസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിസിനസ്മെൻസ് ആയിരുന്നു. അതായത് അവർ ഈ ട്രേഡേഴ്സിനൊക്കെ പൈസ കടം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതായത് ചെറിയൊരു പലിശ ഇമ്പോസ് ചെയ്തിട്ട്. 18ാം നൂറ്റാണ്ടിലാണ് ഈ മോഡേൺ ബാങ്കിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ബാങ്ക് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുവഴിയാണ് ഈ മോഡേൺ ബാങ്കിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് 18ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബോംബെ, അതുപോലെ ബാങ്ക് ഓഫ് കൽക്കട്ടയിനൊക്കെ ആയിരുന്നു നമ്മൾ 3 പ്രസിഡൻസി ബാങ്ക് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് കുറച്ചു കാലം വരെ ഈ ബാങ്ക്സ് ക്വാസി സെൻട്രൽ ബാങ്ക്സ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1925 ഈ 3 ബാങ്ക്സും അതായത് ഈ പ്രസിഡൻസി ബാങ്ക്സ് മെർജ് ചെയ്തു. അങ്ങനെ അവർക്ക് വന്നിട്ടുള്ള പേരായിരുന്നു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത്. അതായത് ഈ 3 ബാങ്ക്സ് മെർജ് ചെയ്തിട്ട് അവർ മാറിയത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ടായിരുന്നു. ഇന്ത്യയിൽ സ്വദേശി മൂവ്മെന്റ് വന്നതോട് കൂടിയിട്ട് ഒരുപാട് ഇന്ത്യൻ ബിസിനസ്മെൻ ഇന്ത്യയിൽ തന്നെ കുറേ ബാങ്ക്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് കനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇതൊക്കെയാണ് ആ ഒരു ഇതിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. അതായത് സ്വദേശി മൂവ്മെന്റ് വഴി ഇന്ത്യയിലെ ബിസിനസ്മെൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത കുറച്ച് ബാങ്ക് ആയിരുന്നു കനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നുള്ളതൊക്കെ. ഈ ബാങ്കിങ്ങിന്റെ ഫീൽഡിൽ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഇവന്റ് നടന്നത് 1934 അതായത് ഇന്ത്യക്ക് ഒരു റിസർവ് ബാങ്ക് വേണം എന്നുള്ള ഒരു തീരുമാനമെടുത്തത് 1934 ആൻഡ് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫംഗ്ഷൻ ചെയ്യാനും തുടങ്ങി. RBIനെ ബാങ്കേഴ്സ് ബാങ്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രിയിലെ സെൻട്രൽ ബാങ്ക് ആയിട്ട് കണക്കാക്കുന്നത് റിസർവ് ബാങ്കിനെയാണ്. നമ്മുടെ ബാങ്കിങ് സെക്ടറിലുള്ള എല്ലാ കാര്യങ്ങളെയും റെഗുലേറ്റ് ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുള്ള പവറൊക്കെ കൺഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നത്, അതായത് ഈ ബാങ്കിങ് ഫീൽഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്
1969-ലായിരുന്നു. അതായത് കുറച്ച് ബാങ്ക്സിനെ നമ്മൾ നാഷണലൈസ് ചെയ്തു. സോ ഇത്രയൊക്കെയാണ് നമ്മൾക്ക് എവല്യൂഷനെ പറ്റിയിട്ട്, അതായത് എവല്യൂഷൻ എന്നുള്ള ഹെഡിന്റെ അണ്ടറിൽ പറയാനുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. മെയിൻ ആയിട്ട് 2 ഫങ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് പ്രൈമറി ഫങ്ഷൻസും സെക്കൻഡറി ഫങ്ഷൻസും. ഈ പ്രൈമറി ഫങ്ഷൻസിൽ വരുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. ബാങ്ക് എന്ത് ചെയ്യും? പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സുകളൊക്കെ സ്വീകരിക്കും. ഇത് സ്വീകരിക്കുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ ഫണ്ട് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് എടുത്തു വെക്കുക. 2 എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ കയ്യിൽ വെറുതെ ആ പൈസ ഇരിക്കുന്നതിലും നല്ലതാണല്ലോ ആ പൈസ സർക്കുലേറ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യം ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 എന്ന് പറയുന്നത് ആ വാങ്ങുന്ന പൈസ, അതായത് ആ അക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റിന്റെ മുകളിൽ ഈ ഡെപ്പോസിറ്റ് ഹോൾഡർക്ക് ഒരു ചെറിയ തുക ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതുമാണ്. പല ടൈപ്സ് ഡെപ്പോസിറ്റുകളുണ്ട്. അതിൽ ആദ്യത്തെ ഒന്നാണ് സേവിങ് ഡെപ്പോസിറ്റ്സ്. ഈ സേവിങ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് പബ്ലിക്കിന് സേവിങ് ഹാബിറ്റ്സ് വളർത്താൻ വേണ്ടിയിട്ടാണ്. അതായത് സാലറി ഏണേഴ്സിനും അതുപോലെ തന്നെ വേജ് ഏണേഴ്സിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റാണ് ഈ സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ് കേട്ടോ. ഈ സേവിങ് ഡെപ്പോസിറ്റിന്റെ മുകളിൽ ഈ ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് തുക എന്ന് പറയുന്നത് കുറവ് തന്നെയാണ്. ബട്ട് എന്നിരുന്നാലും അവർക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും ഈ അക്കൗണ്ടിൽ നിന്ന്, അതായത് സേവിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നിന്ന് അവർക്ക് പൈസ വിഡ്രോ ചെയ്യാവുന്നതാണ്. ബട്ട് എന്നിരുന്നാലും ഒരു മിനിമം ബാലൻസ് എപ്പോഴും അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. അത് ഓരോ ബാങ്കിൽ നിന്ന് മിനിമം ബാലൻസ് വ്യത്യസ്തമാവും. ആ ബാങ്ക് പറയുന്നതിനനുസരിച്ച് എപ്പോഴും മിനിമം ബാലൻസ് എപ്പോഴും അക്കൗണ്ടിൽ ഉണ്ടാവേണ്ടതാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആണ്. ഒരു ഫിക്സഡ് കാലയളവിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ഇവിടെ. ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം കഴിയാണ്ട് ഈ പെർട്ടിക്കുലർ എമൗണ്ട്, അതായത് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരിക്കലും വിഡ്രോ ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ആ ഒരു ടൈം പീരീഡ് കഴിയുന്നതിന് മുന്നേ ഈ ഡെപ്പോസിറ്റർ ആ പൈസ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? ആ വിഡ്രോവലിന്റെ മുകളിൽ ഒരു പെനാൾട്ടി ഇമ്പോസ് ചെയ്യുന്നതും ആണ്. ഒരു വലിയ തുകയാണല്ലോ നമ്മൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടൊക്കെ ഇടുന്നത്. സോ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി സേവിങ് ഡെപ്പോസിറ്റിനെക്കാട്ടിലും ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ ഹൈ ആയിരിക്കും. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് ഡെപ്പോസിറ്റ്സ് ആണ്. ബിസിനസ്സുകാരൊക്കെ തുറക്കുന്ന അക്കൗണ്ട് ആണ് ഈ കറണ്ട് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെയുള്ള ഏക ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഇവർക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ലഭിക്കുന്നതാണ്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ള, അതായത് ആക്ച്വലി ഉള്ള എമൗണ്ടിനെക്കാട്ടിലും കൂടുതൽ പൈസ വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ആകെ 10,000 രൂപയേ ഉള്ളൂ. ബട്ട് നമുക്ക് അവിടെ 12,000 രൂപയുടെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലൊക്കെ എന്തുണ്ട്? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ആക്ച്വലി ആ 10,000 ആണ് ഉള്ളതെങ്കിൽ പോലും അവർക്ക് ആ 12,000ന്റെ ട്രാൻസാക്ഷൻസ് നടത്താവുന്നതാണ്, അല്ലെങ്കിൽ ആ 12,000 വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ കറണ്ട് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡർക്ക് ഒരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ അത് വിഡ്രോവൽസ് ഒക്കെ ഫ്രീ ആയിട്ട് അലോ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതായത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഹോൾഡർക്ക് പൈസ വിഡ്രോ ചെയ്യാവുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കറണ്ട് ഡെപ്പോസിറ്റ്സിന്റെ മുകളിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ബാങ്ക് കൊടുക്കുന്നില്ല. ആകെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. സാലറീഡ് പേഴ്സൺസും അതുപോലെ തന്നെ പെറ്റി ട്രേഡേഴ്സും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ പീരിയഡ്, അതായത് പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സം ഓഫ് മണി ഈ അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അതായത് ചിലപ്പോൾ വീക്ക്ലി ആയിരിക്കാം, അല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കാം, അല്ലെങ്കിൽ ഇയർലി ആയിരിക്കാം, എങ്ങനെ ആയിക്കോട്ടെ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സം ഓഫ് മണി ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു മണി ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാനും പാടുള്ളൂ. ആൻഡ് മോറോവർ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്
ഈ ഡെപ്പോസിറ്റിന്റെ മുകളിൽ ബാങ്ക് കൊടുക്കുന്നുണ്ടാവുക. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ഈ സെക്കൻഡറി ഫങ്ഷൻസും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏജൻസി ഫങ്ഷൻസും അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഫങ്ഷൻസും. ഏജൻസി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് എപ്പോഴും കസ്റ്റമേഴ്സിന്റെ ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ബാങ്ക് ഒരുപാട് ഏജൻസി ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അതുപോലെ തന്നെ ഡിവിഡൻഡ്, സാലറി എന്നിവയൊക്കെ പീരിയോഡിക്കലി കളക്ട് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ പീരിയോഡിക്കലി പേയ്മെന്റ് നടത്താനുള്ളതൊക്കെ നടത്തുക, അതായത് ക്ലയന്റിന്റെ ബിഹാഫിൽ പേയ്മെന്റ് നടത്തുക, അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ ചെക്കുകൾ കളക്ട് ചെയ്യുക, അതുപോലെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, മറ്റുള്ള ഏജൻസി ഫങ്ഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാങ്കിന്റെ ഏജൻസി ഫങ്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. സെക്കൻഡറി ഫങ്ഷൻസിന്റെ അടിയിൽ വന്നിട്ടുള്ള മറ്റൊരു ഫങ്ഷനാണ് യൂട്ടിലിറ്റി ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് യൂട്ടിലിറ്റി ഫങ്ഷൻസും ഈ ബാങ്ക് പെർഫോം ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതാണ് ഇഷ്യൂയിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്സ്, ട്രാവലേഴ്സ് ചെക്ക് എക്സെട്ര. അതായത് ബാങ്ക് എന്ത് ചെയ്യും? പൈസ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ബാങ്ക് ഡ്രാഫ്റ്റുകളൊക്കെ ഇഷ്യൂ ചെയ്യും. പിന്നെ രണ്ടാമതായിട്ട് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലോക്കർ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചസ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം നമ്മുടെ ബാങ്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ക്യാമ്പയിൻസ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ബാങ്ക് മുന്നിട്ടിറങ്ങുന്നുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലയന്റിന്റെ ബിഹാഫിൽ പ്രൊജക്ട് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് സഹായിക്കുന്നുണ്ട്. അതായത് ബാങ്ക് ഈ ക്ലയൻസിന്റെ ബിഹാഫിൽ പ്രൊജക്ട് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടാക്കും. സോ ഇങ്ങനെ ഒരുപാട് യൂട്ടിലിറ്റി ഫങ്ഷൻസും ഈ ബാങ്ക് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ്, അതായത് ഈ ക്ലയന്റിന്റെ ബിഹാഫിൽ ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് ഫങ്ഷൻസും ബാങ്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ബാങ്കിങ് എന്താണ്, അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.